വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു നിമിഷപ്രിയ കേസിനെ കുറിച്ച്. നിയമപ്രകാരം തീരുമാനമെടുക്കേണ്ടത് മരിച്ചയാളുടെ സ്വത്തിന്റെ അവകാശികളാണ്. മക്കളും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രമേ സഹോദരൻ നിർണായകമാവൂ. ഇത് നിമിഷപ്രിയ കേസിന് ഒരു നിർണായക ഘട്ടമാണ്. കാന്തപുരത്തിന്റെ ഇടപെടൽ ഫലം കാണുമെന്നു തന്നെയാണ് പ്രതീക്ഷ. നിമിഷപ്രിയ കേസിൽ നിർണായക തീരുമാനം തലാലിന്റെ കുടുംബം എടുത്തുവെന്നാണ് സൂചനകൾ. വധശിക്ഷ റദ്ദാക്കാൻ സമ്മതം അറിയിച്ചുവെന്ന് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. വധശിക്ഷ റദ്ദാക്കലിൽ ഔദ്യോഗിക തീരുമാനമായില്ലെന്ന് കേന്ദ്ര സർക്കാരും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് വിഷയമെന്ന് നമുക്ക് പരിശോധിക്കാം. വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്തയിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകാതെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. വധശിക്ഷ റദ്ദാക്കിയെന്ന് ചിലർ പറയുന്നത് ശരിയല്ലെന്ന് കേന്ദ്രം വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ച ശേഷം പ്രതികരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുന്നത്. വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസാണ് അറിയിച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ടെന്നാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനം കൈക്കൊണ്ടതെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുകയാണ്. ഇതിനാണ് കേന്ദ്രം ഔദ്യോഗിക സ്ഥിരീകരണം നൽകാത്തതും. നേരത്തെ ജൂലൈ 16 നിശ്ചയിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവെച്ചിരുന്നു. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത നിശ്ചയിച്ച് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ രംഗത്ത് വരികയും ചെയ്തു. ആരുമായി ചർച്ച നടത്തിയെന്ന് കാന്തപുരം വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ പുതിയ തീയതി നിശ്ചയിക്കണം എന്നാവശ്യപ്പെട്ട കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകുകയും ചെയ്തു. ഈ കത്ത് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തതാണ്. നമ്മളെല്ലാവരും കണ്ടതുമാണ്. വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത തെറ്റാണെന്ന് യമനിലെ സാമൂഹ്യ പ്രവർത്തകൻ സാമുവൽ ജെറോമും അഭിപ്രായപ്പെട്ടിരുന്നു. പാലക്കാട് തേക്കിൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ. യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ 2017 ജൂലൈയിൽ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീട്ടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്നാണ് കേസ്. നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്താതിരിക്കുമ്പോഴും പുറത്തുവരുന്നത് പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ്. ഇത് വധശിക്ഷ റദ്ദാക്കലിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ തത്വത്തിൽ ധാരണയായതായി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നിയമോപദേശകനും സുപ്രീം കോടതി അഭിഭാഷകനുമായ സുഭാഷ് ചന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. യമൻ പൗരനായ തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകേണ്ട എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നതായും അദ്ദേഹം പറയുന്നു. ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ദിയാദാനത്തെ സംബന്ധിച്ച് അടക്കം ചർച്ചകൾ തുടരുമെന്നും സുഭാഷ് ചന്ദ്രൻ പറയുന്നുണ്ട്. അബ്ദുൾ റഹീമിന്റെ കേസിൽ 36 കോടി കൊടുത്തിട്ടും അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ രാജ്യത്തെ നിയമ സംവിധാനം അനുസരിച്ച് മറ്റു കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചർച്ച നടക്കേണ്ടതുണ്ടെന്ന് സുഭാഷ് ചന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു. വധശിക്ഷ വേണ്ടെന്ന് മാത്രമാണ് തത്വത്തിൽ ധാരണയായത്. വധശിക്ഷ എന്ന ആവശ്യത്തിൽ നിന്നും പിന്മാറാൻ തലാലിന്റെ കുടുംബത്തിൽ ധാരണയായിട്ടുണ്ട്. തലാലിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ മക്കളുണ്ട്. യമനിലെ നിയമപ്രകാരം മരണപ്പെട്ടവരുടെ സ്വത്തിന്റെ അവകാശികളാണ് തീരുമാനമെടുക്കേണ്ടത്. സ്വാഭാവികമായും മക്കളും മാതാപിതാക്കളുമാണ് തീരുമാനമെടുക്കേണ്ടത്. അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രമേ സഹോദരന് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ വഴിക്കാണ് ചർച്ചകൾ നടന്നത്. കേന്ദ്ര സർക്കാർ ഈ ചർച്ചകളിലൊന്നും പങ്കാളിയായിട്ടില്ല. 2 ആഴ്ചയായി ഞങ്ങൾ നിരന്തരം ചർച്ചകൾ നടത്തുകയാണ്. ഇന്നലെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടത്. ഇന്നലെ രാത്രിയോടെയാണ് യമൻ പണ്ഡിതൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ബന്ധപ്പെട്ടതും. മധ്യസ്ഥർ പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ പുറത്തു പറയേണ്ടത് ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. സുഭാഷ് ചന്ദ്രൻ ഇങ്ങനെയാണ് വ്യക്തമാക്കിയത്. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ കേസിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതായി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് ഇന്നലെ രാത്രിയാണ് ഈ വിഷയം അറിയിച്ചത്. കാന്തപുരത്തിന്റെ സുഹൃത്തും യമനിലെ തരീമിൽ നിന്നുള്ള പണ്ഡിതനുമായ ഹബീബ് ഉമർ ബിൻ ഫഫിൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ ഉത്തര യമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനമുണ്ടായത് എന്ന് AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശിക്ഷ സംബന്ധിച്ച മറ്റു കാര്യങ്ങൾ പിന്നീടാണ് തീരുമാനിക്കുക. നിമിഷപ്രിയയുടെ 13 വയസ്സുകാരി മകൾ മിഷേൽ അടക്കമുള്ളവർ യമനിലെത്തിയിട്ടുണ്ട്. പിതാവ് ടോമി തോമസിനും ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ KA പോളിനൊപ്പമാണ് മിഷേൽ യമനിലെത്തിയത്. അധികൃതരോട് അമ്മയുടെ മോചനത്തിനായി ദയയാചിക്കാനാണ് കുട്ടി എത്തിയിരിക്കുന്നത്. വർഷങ്ങളായി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കഴിഞ്ഞ 10 വർഷമായി മകളെ കണ്ടിട്ടില്ല. മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് മിഷേൽ അഭ്യർത്ഥന നടത്തിയത്. എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദയവായി സഹായിക്കണം. അമ്മയെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. മിഷേൽ പറഞ്ഞത് ഇങ്ങനെയാണ്.
നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസും അഭ്യർത്ഥന നടത്തി. ദയവായി എൻ്റെ ഭാര്യ നിമിഷപ്രിയയെ രക്ഷിക്കണം, സ്വന്തം നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മിഷേലിനും പിതാവിനുമൊപ്പം ഡോക്ടർ കെ എ പോളും ഉണ്ടായിരുന്നു. ഈ അഭ്യർത്ഥനകളും നിർണായകമായതായാണ് സൂചന. 2017 യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയത്. 2020 വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏക മാർഗം തലാലിന്റെ കുടുംബത്തിന് ദിയാദാനം നൽകുകയായിരുന്നു. തലാലിന്റെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പപേക്ഷിക്കുന്നതിന് വേണ്ടി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി നേരത്തെ യമനിൽ പോയിരുന്നു. തലാലിന്റെ കുടുംബവുമായും ഗോത്രത്തിന്റെ തലവന്മാരുമായും ചർച്ചകൾ വിവിധ തവണ നടത്തി. എന്നാൽ ഈ ചർച്ചകൾ വഴിമുട്ടുകയായിരുന്നു. ഇതിനിടെയാണ് ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തിൽ ഇടപെട്ടത്. കാന്തപുരത്തെ വിഷയത്തിൽ സജീവമാക്കിയതും ചാണ്ടി ഉമ്മൻ തന്നെയാണ്. വധശിക്ഷയിൽ നിന്നും നിമിഷപ്രിയ രക്ഷപ്പെടുമോ? നിമിഷപ്രിയയുടെ മകളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? നിമിഷപ്രിയയുടെ ഭർത്താവിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്ന് നമുക്ക് നോക്കാം. വിവിധ ഇടപെടലുകൾ വിവിധ കോണുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുമെന്ന ശുഭവാർത്ത കേൾക്കാനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.